ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ കുറയണമെങ്കിൽ ഇതിൻ്റെ ലഭ്യതയും വിപണനവും നിയന്ത്രിക്കുക തന്നെ വേണം. അതിന് ഗവൺമെൻറ്റിന് വലിയ റോളുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ ബാറുകൾ, അത് മദ്യം ഒരു പ്രശ്നമാണ്. മദ്യം 376 ബാറുകൾ അടച്ചു പൂട്ടിയപ്പോൾ അന്ന് പ്രതിപക്ഷം പറഞ്ഞത് 374 ബാറുകൾ അടച്ചു പൂട്ടിയതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ കോഴ വാങ്ങിയെന്ന് പറയും, ബാറുകൾ അടച്ചു പൂട്ടിയതിനകത്ത്. പിന്നീട് ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ കാലാവധി കഴിഞ്ഞ് ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ LDFിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാന നിർദ്ദേശം മുന്നോട്ട് വെച്ച ഇതെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്നാണ്. KPC ലളിത ഉൾപ്പെടെ മുകേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ സിനിമാ താരങ്ങളെ വെച്ചുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങളെ സമീപിച്ചത്. ആ സമ്പൂർണ്ണമായ മദ്യനിരോധനത്തെ ഒരു പരിധിവരെ ജനം അംഗീകരിക്കുന്നതിന്റെ വോട്ട് നേടുവാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പിന്നെ വന്നിട്ട് LDF എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിലും മദ്യ നയത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മദ്യനിരോധനം എന്ന ഒരു കാര്യം, സമ്പൂർണ്ണ മദ്യനിരോധനം എന്നൊരു നിലപാട് ലെഫ്റ്റിനില്ല. കഴിഞ്ഞ പ്രകടനപത്രികയിലല്ല, പ്രകടനപത്രികയിലും ഇല്ല മദ്യനിരോധനം എന്ന ഒരു. അങ്ങനെയാണെങ്കിൽ സമ്പൂർണമായ മദ്യനിരോധനം മരണപ്പെട്ടുപോയ സിനിമ ആർട്ടിസ്റ്റായ നമ്മുടെ KPC ലളിത ഉൾപ്പെടെയുള്ളവർ പരസ്യം LDFിന്റെ ഇലക്ഷൻ പ്രചരണമായിരുന്നു LDF വരും, സമ്പൂർണ്ണ എല്ലാം ശരിയാകുന്ന അപ്പുറത്തും തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം. ഈ പറഞ്ഞ അടച്ചുപൂട്ടിയ ബാറുകളുടെ അകത്ത് കോഴകൾ വാങ്ങിയെന്ന് പറഞ്ഞ ആളുകൾ തന്നെ 374 ബാറുകളും കേരളത്തിൽ തുറന്നു കൊടുത്തു. അഡീഷണൽ ആയിട്ട് 150ഓളം ബാറുകളാണ് ഈ കേരളത്തിൽ തുറന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കരുനാഗപ്പള്ളി തന്നെ പുതിയതായിട്ട് എത്ര ബാറുകളുണ്ട്? നിങ്ങളുടെ പഞ്ചായത്തില്, കുലശേഖരം പഞ്ചായത്തില് ഒക്കെ ബാർ ഒരു പ്രധാന ഘടകം. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യരെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന തെറ്റായ ഒരു കാര്യങ്ങളിലേക്ക് അവനെ ശാരീരികമായും മാനസികമായും ഇത് അവനെ റിവൈവ് ചെയ്ത്, അല്ലെങ്കിൽ അവനെ അവനുണ്ടാകുന്ന ദൗർബല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടാവും. അതിനെ അതിൻ്റെതായ നിലയിൽ അവനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്, അവനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ മെക്കാനിസം ഏറ്റവും പ്രധാനമാണ്. മോശമായ അവസ്ഥയിലേക്ക് ഒരാൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സമൂഹത്തിന്റെ വലിയ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞല്ലോ, ഈ നിരോധനത്തിനോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഒരു അരകുഴപ്പം നയം എന്ന് തന്നെ പറയണം. അന്യ സംസ്ഥാനങ്ങൾ സിക്കിം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനം അതിന് ഏറ്റവും പറ്റിയ വിപണന കേന്ദ്രമായി കേരളം മാറുന്നു. കേരളത്തിൽ കർശനമായ നടപടി പോലീസോ എക്സൈസോ ഒരു വകുപ്പ് തന്നെ, എക്സൈസ് വകുപ്പ് തന്നെ ഉണ്ട്. അവര് അവരുടെ നിശബ്ദമായ നിലപാടുകളും പിന്നെ അത് നേരത്തെ പറഞ്ഞിട്ട് ഒരു കാര്യം, കേരളത്തിലെ ഗവൺമെന്റിന്റെ ദൗർബല്യമല്ല ഇത്രയും വലിയ കേസുകളുടെ എണ്ണം പെരുകുന്നത്. എന്തുകൊണ്ടെന്നാൽ ശക്തമായ നടപടിയുടെ ഭാഗമാണ് ആ സംവിധാനം ആ കാര്യങ്ങളിൽ എങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേസിന്റെ വലിപ്പവും എണ്ണവും. പല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സംസ്ഥാനങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുകയാണ്. ഒറ്റ കാര്യമുണ്ട്, നമ്മൾ ഒന്നും പറയണ്ട. നമ്മുടെ അതിർത്തികളിൽ പരിശോധന ശക്തമായാൽ കേരളം സുരക്ഷിതമാണ്.